എൻ്റെ പേര് KM വർഗീസ്. എൻ്റെ വീട് കടവന്തറ കേന്ദ്രീയ വിദ്യാലയയുടെ നേരെ എതിർവശമാണ്. എൻ്റെ കൊച്ചുമകൻ സിറിയ കുര്യൻ പോൾ ഇത്തിരി വൈറൽ ഫീവർ ബാധിച്ച് ഇത്തിരി അവശനിലയിലായപ്പോഴാണ് ഞങ്ങൾ ഈ ആശുപത്രിയിലേക്ക് വരാനിടയായത്. ഈ ഡോക്ടർ ശ്രീ വർഗീസ് ഇരുന്നു അറ്റൻഡ് ചെയ്തതും ചികിത്സിച്ചതും ഡോക്ടറെ എനിക്ക് കുറച്ച് നാളുകൾക്ക് മുൻപേ അറിയാം. 6 മാസം മുൻപ് എൻ്റെ ഇപ്പോൾ ചികിത്സയ്ക്ക് ഇവിടെ വന്നവൻ്റെ അനുജൻ, അന്നവന് ഏകദേശം 7 മാസം പ്രായം ഉണ്ടായിരുന്നുള്ളൂ, സൈറസ് വർഗീസ് പോൾ. ആ കുട്ടിയെ ചികിത്സയ്ക്കായിട്ട് ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് കൊണ്ടുവന്നത്. അന്ന് ഏകദേശം 6-7 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഈ ആശുപത്രിയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ രോഗികൾക്ക് കിട്ടുന്ന പരിചരണം, അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് എക്സലൻ്റ് എന്ന് മാത്രമാണ്. അതിനപ്പുറം പറയാൻ വാക്കില്ലാത്തത് കൊണ്ട് എക്സലൻ്റിൽ നിർത്തും. പ്രത്യേകിച്ച് ഇവിടുത്തെ നേഴ്സിംഗ് കെയർ, ഇവിടെ ഈ സ്റ്റാഫ്, ഇവിടുത്തെ നേഴ്സിംഗ് സ്റ്റാഫ് ഓരോരുത്തരും അത്ര ആത്മാർത്ഥമായിട്ട് ഇവിടെ വരുന്ന രോഗികളോട് സഹകരിക്കുന്നുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം 6 മാസം മുൻപ്, കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു, ഒരാഴ്ചയിലധികം. അന്ന് ഞങ്ങൾ അനുഭവിച്ചതാണ്. ഇപ്പോൾ 2ാമത്. ഇവനിപ്പോൾ 40 ഡിഗ്രിയിലധികം പനി കൂടി കുറച്ച് അവശത അനുഭവിച്ച അവസരത്തിൽ അവർ ഇവിടുത്തെ നേഴ്സിംഗ് സ്റ്റാഫും സപ്പോർട്ടിംഗ് സ്റ്റാഫും വേറെ ഡോക്ടർമാരും ഒക്കെ കാണിച്ച ആത്മാർത്ഥത മറ്റു ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്. എൻ്റെ വീട് ഞാൻ പറഞ്ഞല്ലോ കടവന്തരയാണ്. അവിടെ നിന്ന് 100 മീറ്റർ അകലത്തിൽ ആശുപത്രിയുണ്ട്, 1 കിലോമീറ്റർ അകലത്തിൽ ഹോസ്പിറ്റലുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും ഓപ്റ്റ് ചെയ്യാതെ ലൂർദ് ഹോസ്പിറ്റലിലേക്ക് വരാം. ഡോക്ടറെ പരിചയം ഉണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു വസ്തുത ആണെങ്കിൽ പോലും കുറേയും കൂടി കൂടുതൽ അറ്റൻഷൻ കിട്ടും, കൂടുതൽ ഓവർഡോസ് മെഡിസിൻ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ധാരണയിലാണ്. ആ ധാരണ മിഥ്യാധാരണയല്ല, യാഥാർത്ഥ്യമാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഇന്ന് ഡിസ്ചാർജായി ഞങ്ങൾ പോകുന്നത്. ഏതായാലും മറ്റ് രോഗികൾക്ക് എൻ്റെ വാക്ക് ഉപകാരപ്പെടുമെങ്കിൽ, നന്നായി തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മാതൃക പിന്തുടരാവുന്നതാണ്. ഏതായാലും ഞങ്ങൾ ഈ പോകുന്ന അവസരത്തിൽ എൻ്റെ കൊച്ചുമകനെ അറ്റൻഡ് ചെയ്ത് ഡോക്ടർ വർഗീസ് ചെറിയാൻ, ഇവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫ് എല്ലാവരും, ഈ ഫ്ലോറിലെ നഴ്സിംഗ് സ്റ്റാഫ് എല്ലാവരും, ഈച്ച് ആൻഡ് എവരി വൺ, ഓരോരുത്തരെ പ്രത്യേകം പറയുന്നതല്ല, ചില പോരായ്മകൾ ഉണ്ടാകാം. എന്നിരുന്നാലും മൊത്തത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവാനുഗ്രഹത്താൽ ഞങ്ങളിവിടെ വളരെ സുരക്ഷിതരായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനിടയായി.